ഈ ആഴ്ച പ്രാർത്ഥിക്കുന്ന ആൾ തന്നെ ആയിരിക്കും അടുത്ത ആഴ്ചയും പ്രാർത്ഥിക്കുന്നത്. ഇവരുടെ പ്രാർത്ഥന നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് നോക്കണം. 2-3 വാക്കുകൾക്ക് വല്ല വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ, വേറെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചു തന്നെയാണ് ഈ ആഴ്ചയും പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വായിക്കുന്നതിന് പകരം ഇത് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, മെമ്മറിയിൽ അങ്ങ് ഫീഡ് ചെയ്തിരിക്കുകയാണ്. അതും ജൽപ്പനം തന്നെയാണ്. വാക്കുകൾ ആവർത്തിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ നമ്മൾ പറയും വാക്കുകൾ ആവർത്തിക്കുന്നതാണ്. ഇപ്പം മന്ത്രോച്ചാരണത്തിൻ്റെ ഒക്കെ പ്രശ്നം എന്താണ്, ഒരേ വാക്ക് തന്നെ പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണ്. ഇപ്പം ഈ ബുദ്ധിസത്തിനകത്തൊക്കെ ആണെങ്കിലും ചാൻറ്റിങ്, ഈ ടീന ടേണർ പോലെയുള്ള ഫേമസ് സിംഗേഴ്സൊക്കെ ഇപ്പോൾ ബുദ്ധിസത്തിലോട്ട് പോയിരിക്കുകയാണ്. ചാൻറ്റിങ്ങിലൂടെ സമാധാനം കണ്ടെത്താനും എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല. അപ്പോൾ ആ ചാൻറ്റിങ്ങിൻ്റെ പ്രത്യേകത സെയിം കാര്യം പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണ്. അപ്പോൾ സെയിം കാര്യം രണ്ടാമതൊരിക്കലൂടെ പറയുന്നതിനകത്ത് പ്രശ്നമില്ല. കാര്യം യേശു കർത്താവ് തന്നെ ഒരേ പ്രാർത്ഥന 3 വട്ടം പ്രാർത്ഥിക്കുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്. പക്ഷെ 3 വട്ടം പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥന തലയിലും ഹൃദയത്തിലും കയറുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തലയിലും ഹൃദയത്തിലും കയറുന്നുണ്ടെങ്കിൽ അത് ജൽപ്പനം അല്ല. അപ്പോൾ ഈ ആഴ്ച പ്രാർത്ഥിച്ചത് തന്നെ അടുത്ത ആഴ്ച പ്രാർത്ഥിക്കരുതെന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എന്തായിരിക്കണം, അന്നേരവും ഇതെവിടെ കയറണം, തലയിലും കയറണം, ഹൃദയത്തിലും കയറണം. ഓരോ വാക്കും ഹൃദയത്തിലൂടെ തലയിലൂടെ നാവിൽ വരികയാണെങ്കിൽ അത് ജൽപ്പനം ആകത്തില്ല. ഒരേ വാക്ക് തന്നെ, ഒരേ പ്രാർത്ഥന തന്നെ ജൽപ്പനവും ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയും ആകാൻ കഴിയുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ ചില ബൈബിൾ വേഴ്സസ് ഒക്കെ ഉച്ചരിക്കാറുണ്ട്. നല്ല കാര്യമാണ്. ബൈബിൾ വേഴ്സസ് ഉച്ചരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉന്നതനും ഉയർന്നിരിക്കുന്നവരും ശാശ്വതവാസിയും താൻ തന്നെ മഹാനെന്ന് വെളിപ്പെടുത്തുന്ന ഞങ്ങളുടെ കർത്താവേ ഇന്ന് പകൽക്കാലം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാമെന്ന് വെച്ചു. ഇത് പറയുമ്പോൾ മിക്കപ്പോഴും പറയാൻ കൊള്ളാവുന്ന ഒരു വാക്യം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമ്മുടെ തലയിലും ഹൃദയത്തിലും ഒന്നും കയറുന്നില്ല. അപ്പോൾ അതെന്തായി തീർന്നു, ജൽപ്പനമായി. എന്നാൽ അതേ വാക്ക് തന്നെ നമ്മൾ ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കി, കർത്താവേ നീ അത്ര ഉന്നതനാണ്, കർത്താവേ നീ ഉയർന്നിരിക്കുന്ന എല്ലാ സിംഹാസനങ്ങൾക്കും മുകളിലുള്ള സിംഹാസനം വെച്ച് പുലർത്തുന്ന യേശുവേ ദൈവമേ, നീ ശാശ്വതവാസിയാണല്ലോ, നീ ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല, നിന്റെ അധികാരത്തിന് മങ്ങലുണ്ടാകുന്നില്ല. കർത്താവേ നിന്റെ ഉയർച്ചയിൽ, അല്ലെങ്കിൽ ഈ ഭാഗമെല്ലാം നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഓർത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഗ്രഹിച്ച് അവൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവൻ്റെ ഔന്നത്യത്തെ തിരിച്ചറിഞ്ഞ് ഇതേ വാക്ക് തന്നെ ഉച്ചരിച്ചാൽ അതെന്തല്ലാതായിത്തീരുന്നു, ജൽപ്പനമല്ലാതായിത്തീരുന്നു. അപ്പം അതുകൊണ്ട് ഒരേ വാചകം തന്നെ ജൽപ്പനമാകാനും അല്ലാതിരിക്കുവാനും ഉള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, നിങ്ങളുടെ ഓരോ വാക്കും തലയിലൂടെ ഹൃദയത്തിലൂടെ കടന്നു പോകണം. തലയിലൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധ്യം നിനക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത് ഹൃദയത്തിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളിലൊരു വികാരം ഉണ്ടാക്കണം. സ്നേഹമോ ആദരവോ ദൈവത്തോടുള്ള ഭക്തിയോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഭീതിയോ എന്തോ ആയിക്കോട്ടെ. അതായത് നിങ്ങളുടെ ഹൃദയവും തലയും അഫലമാണെങ്കിൽ അതെന്താണ്, ജൽപ്പനമാണ്. നമ്മളുടെ പ്രാർത്ഥന സെൻസിബിൾ ആയിരിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജോൺ ബാനിയൻ പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, യുവർ പ്രേയർ ഷുഡ് ബി സിൻസിയർ ആൻഡ് സെൻസിബിൾ. ഇറ്റ് ഷുഡ് ബി സെൻസിബിൾ. ജാതികളുടെ പ്രാർത്ഥനയുടെ പ്രശ്നം സെൻസിബിൾ അല്ല, റീസണബിൾ ഫീലിംഗ് ഉണ്ടായിരിക്കണം. ദ ഫീലിംഗ് ഓഫ് യുവർ ഹാർട്ട്. നമ്മുടെ ഒരു വാക്കില് നമ്മളുടെ ഹൃദയത്തിന്റെ ഫീലിംഗ് ഉണ്ടായിരിക്കണം, നമ്മളുടെ ബുദ്ധിയുടെ അറിവുണ്ടായിരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നുള്ളത് അറിയണം. ആരോടാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എന്തായി പോകും, ജൽപ്പനമായി പോകും. ഒരുപക്ഷെ ദൈവസന്നിധി നമുക്ക് കരയാൻ പറ്റിയേക്കും. എന്നാൽ കരയുന്നത് കൊണ്ട് മാത്രം അത് സെൻസിബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. We are crying sometimes, we are crying for nothing എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കരയണം എന്നുള്ളത് കൊണ്ട് കരയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, കരയുന്നത് ഒരു അതിനകത്ത് തന്നെ ഒരു സുഖമുള്ള ആളുകളുണ്ട്. ചില ആളുകൾ പെട്ടെന്ന് കരയും, ചില ആളുകൾ പെട്ടെന്ന് കരയത്തില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കരയുന്നവരെല്ലാം ആത്മീകരും കരയാത്തവരെല്ലാം അനാത്മീകരുമാണെന്ന് ആരും ചിന്തിക്കരുത്. കരയാം, പക്ഷെ കരയാൻ വേണ്ടി കരയരുത്. അതൊരു പ്രോഗ്രാം ആകരുത്. കരച്ചിലെന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആകരുത്. പിന്നെ ചിലര് പെട്ടെന്നാണ് കരയുന്നത്. ഷാരോൺ തോമാച്ചായൻ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസിന്റെ സ്ഥാപകനായിരുന്ന ഷാരോൺ തോമാച്ചായന്റെ പിതാവ് ജോണയ്യ പിള്ള സാറ്, അദ്ദേഹം ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് പലതും അദ്ദേഹം സഭയ്ക്ക് വേണ്ടി കൊടുക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസനാണ്. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ എല്ലാം ഉണ്ടായിരുന്ന കൂട്ടത്തിൽ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ ഈ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണീരൊഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പറഞ്ഞു, ഉണ്ടപ്പച്ച. അതെൻ്റെ ആത്മീയതയുടെ കൂടുതൽ കൊണ്ടാണെന്ന് ആരും ചിന്തിക്കരുത്, അതെൻ്റെ ഒരു അസുഖമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് വരുന്നത് എനിക്ക് ആത്മീയം കൂടുതലുള്ളത് കൊണ്ടാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. എനിക്കിപ്പോൾ പ്രാർത്ഥിക്കണമെന്നൊന്നും ഇല്ല, അല്ലെങ്കിലും എൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് വരും. അതെൻ്റെ ഒരു അസുഖമാണ്, എൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ചില ആളുകളുണ്ടല്ലോ പെട്ടെന്ന് കരയുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ട് അവർ ആത്മികരാണെന്നും അല്ലാത്തവരൊക്കെ അനാത്മികരാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. പിന്നെ ഒരു പ്രോബ്ലം, ഈ കരച്ചിലിനെ മഹത്വവൽക്കരിച്ചു കഴിഞ്ഞാൽ കണ്ണിൽ കൂടെ 2 തുള്ളി കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് സന്തോഷമുള്ളവരായി തോന്നും. പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ചില ആളുകൾ പറയും, ഇന്ന് ദൈവസന്നിധിയിലൊന്ന് കരയാൻ പറ്റിയില്ല, ദൈവസന്നിധിയിലൊന്ന് കരയാൻ പറ്റിയില്ല, വേണ്ട. കരയാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടാന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് കണ്ണിൽ കൂടെ 2 തുള്ളി കണ്ണുനീര് വന്നേലേ പറ്റൂ. അപ്പോൾ കണ്ണിൽ കൂടെ 2 തുള്ളി കണ്ണുനീര് വരുമ്പോഴത്തേക്ക് നമ്മുടെ സംതൃപ്തിരമാകും. അതാണ് ഇന്നത്തെ പ്രശ്നം. കണ്ണുനീരിലാണ് നമ്മുടെ സംതൃപ്തി, അല്ല ദൈവത്തെ കണ്ടതിലൊന്നും അല്ല. അപ്പൊ പ്രാർത്ഥന എന്തായിരിക്കണം? ജൽപ്പനമാകരുത്, സെൻസിബിൾ ആയിരിക്കണം. സെൻസിബിൾ. കരയുന്ന നല്ല കാര്യമാണ്, കരയുന്ന മോശമൊന്നുമല്ല. ഹന്നയുടെ കാര്യത്തിൽ ഹന്ന കരയായിരുന്നല്ലേ? 1 ശമൂവേൽ 1-ാം 10-ാം വാക്യമായി, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. നോക്കുക, അവൾ മനോവ്യസനത്തോടുകൂടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. പക്ഷെ കരച്ചിലിന്റെ പിന്നിൽ എന്തുണ്ടായിരുന്നു? മനോവ്യസനം. എവിടെയാ കരഞ്ഞത്? യഹോവയുടെ സന്നിധിയിൽ. ആരുടെ സന്നിധിയിൽ? അവൾ എവിടെ ഇരിക്കുന്നത് നമുക്കറിയാം. അവൾ ദൈവസന്നിധിയിലാണ്. അവൾക്ക് മനോവ്യസനമുണ്ട്. അവളുടെ ഹൃദയം അവൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ കരയുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും ഈ ബൈബിൾ ക്ലാസ്സിന്റെ ഒക്കെ പ്രശ്നം, പകുതി കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അങ്ങനെ വന്നു പറഞ്ഞ് കരയരുതെന്ന്, ഇനിയിപ്പം കരയാനും പറ്റത്തില്ല, ആകപ്പാടെ ശല്യമാണല്ലോ. പക്ഷെ കരച്ചിലും എന്തായിരിക്കണം? സെൻസിബിൾ ആയിരിക്കണം. ജാതികളെ പോലെ ആകരുത്. ജാതികളൊന്നും നിലവിളിക്കും, കരയും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ഇല്ലേ? അത് അവർ അതിനകത്താണ് സൗഖ്യം അല്ലെങ്കിൽ പ്രത്യേകത കണ്ടെത്തുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രോബ്ലം. പക്ഷെ ഇവിടെ ഹന്ന എന്ത് ചെയ്യാണ്? അവൾ മനോവ്യസനത്തോടുകൂടെ വളരെ കരഞ്ഞു, പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അടുത്ത വാക്ക് അതിനോട് ചേർന്ന്, അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്ത് തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതിര അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകിയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. നോക്കുക, എന്തൊരു കഷ്ടം നോക്കി. എന്താ പ്രോബ്ലം എന്താണ്? ഇവളുടെ കരച്ചിലിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു റിലീജിയസ് ലീഡറാണ് അവക്കുള്ളത്. നോക്ക്, ആ സമൂഹത്തിന്റെ മുഴുവൻ ആത്മീയ ഉത്തരവാദിത്തം കയ്യിലുള്ള വ്യക്തിയാണ് ഏലി പുരോഹിതൻ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇസ്രായേൽ ജനതയുടെ മുഴുവൻ ആത്മീയത ഇപ്പൊ ആരുടെ കയ്യിലാണ് വാസ്തവത്തിൽ ഇരിക്കേണ്ടത്? ഏലി പുരോഹിതന്റെ കയ്യിലാണ്, വേറെ ആരുമല്ല. അതായത് അന്നത്തെ ഇസ്രായേലിന്റെ മൊത്തം നായകൻ ആരാണ്? ഏലി പുരോഹിതനാണ്. ഏലി പുരോഹിതന് മനോവ്യസനത്തോടുകൂടെ കരഞ്ഞ ഒരു സ്ത്രീയുടെ കണ്ണീരിന്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തുവാ കൊച്ചെ, രാവിലെ എവിടാ പോയി അടിച്ച് ഫിറ്റായിട്ട് വന്നിരിക്കുന്നത്? പോയി കുറച്ചു നേരം കിടക്ക്, ലഹരി ഒന്ന് ഇറങ്ങട്ടെ. ഇതാ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മുടെ കരച്ചിൽ മറ്റൊരാൾക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ നമ്മുടെ കരച്ചിലിനെ തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹമായിരിക്കാം. പക്ഷേ അവൾ കരഞ്ഞത് എങ്ങനെയാണ്? മനോവ്യസനത്തോടുകൂടെ. അവൾ ആരോടാണ് കരയുന്നത് എന്നുള്ളത് അവൾക്കറിയാം. അവൾ സെൻസിബിൾ ആയിരുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു റീസൺ ഉണ്ട്. കരയുന്നതിന് ഒരു റീസൺ ഉണ്ട്. അവൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. അവളുടെ കരച്ചിലിന് ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. വെറുതെ കരയല്ല. അവൾ ആരോട് കരയുന്നു, എന്തിനു വേണ്ടി കരയുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് എല്ലാം ഉള്ള ബോധ്യം അവൾക്കുണ്ട്.
പക്ഷേ ഏലി പുരോഹിതൻ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ. പിന്നെ അവളെന്ത് പറഞ്ഞു? അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയും അത്രേ ചെയ്തത്. നോക്ക്, എവള് ഏലി പുരോഹിതനാണെന്ന് പറഞ്ഞു. എന്തോ പുരോഹിതനാണെന്ന് പറഞ്ഞാൽ പോരാ, മനുഷ്യന്റെ ആത്മീയത മനസ്സിലാക്കണം. ഇതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്തോ അറിയാവുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് കരഞ്ഞത് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ കള്ളു കുടിച്ചൊന്നുമല്ല എന്നുവല്ലാണ് പറഞ്ഞത്. ആണോ? അല്ല. ചില ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവസന്നിധി കരയൊക്കെ ചെയ്യും, പക്ഷേ അവരെ തൊടുന്ന എന്തെങ്കിലും കാര്യം വരുമ്പോഴത്തേക്ക് വിധം അങ്ങ് മാറും. പക്ഷെ ഈ സ്ത്രീ ഹന്ന, അവൾ ദൈവസന്നിധിയിൽ കരയുന്നത് പോലെ തന്നെ സൗമ്യതയും സാവധാനതയും ബഹുമാനവും ആദരവും ഒക്കെ ഉള്ള അവളുടെ ക്യാരക്ടർ. വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ മോശമാക്കി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രാർത്ഥനയിൽ കരയുന്ന നല്ലതാണെങ്കിലും കരഞ്ഞെന്നൊരാൾ പറഞ്ഞ് കളിയാക്കിയാൽ ഉടനെ പോകുന്നതൊന്നുമല്ല നമ്മുടെ ആത്മീയതയൊന്നും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അവൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ സെൻസിബിളായിട്ട് പ്രാർത്ഥിച്ചു. ഒരു റീസൺ ഉണ്ടായിരുന്നു അവൾക്ക്. വേറെ ഒരു രീതിയിലും അവൾക്കതിന് ഒരു മാറ്റം ഉണ്ടായില്ല. അവൾ അതൊരു അല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ കരയാൻ പറ്റി എന്നൊന്നും അവൾ ചിന്തിക്കുന്നില്ല. ഇനി അവളുടെ കരച്ചിൽ സ്പോണ്ടേനിയസ് ആയിരുന്നു, അവളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ളതാണ്. അതാണ് സെൻസിബിൾ ആയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇറ്റ് സോ സെൻസിബിൾ. ജൽപ്പനമല്ല അത്. അവളുടെ ശബ്ദം പുറത്തോട്ട് വന്നു പോലുമില്ല. അവളുടെ അധരം ചലിച്ചതല്ലാതെ അവളുടെ ശബ്ദം പുറത്തു വന്നില്ല. ഒരുപക്ഷെ അവൾ ശബ്ദം ഉണ്ടാക്കിയ അവൾ ഒരുപക്ഷെ വലിയ വായിൽ കരഞ്ഞു പോകുന്നുള്ള പേടി കൊണ്ടായിരിക്കും. അവൾ പ്രാർത്ഥിക്കുന്നവളാണെന്ന് അറിയിക്കാൻ അവൾ പരിശ്രമിച്ചില്ല. ഷി വാസ് ജസ്റ്റ് പ്രേയിങ്, ഷി വാസ് pouring out her heart. അവരുടെ ഹൃദയം അവള് ദൈവസന്നിധിയിൽ പകർന്നു കൊടുക്കുന്ന ഒരു സ്റ്റേജാണ് സെൻസിബിൾ പ്രേയർ. കരയുന്ന നല്ലത്. കരച്ചിലിന്റെ പിന്നില് ഒരു ഹൃദയം ഉണ്ടായിരിക്കണം, ഫീലിങ്സ് ഉണ്ടായിരിക്കണം, ബോധ്യങ്ങൾ ഉണ്ടായിരിക്കണം, ധാരണ ഉണ്ടായിരിക്കണം. പത്രോസ് കരയുന്ന ഭാഗം നമ്മൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നമ്മൾ അതിന്റെ 75 വായിക്കുമ്പോൾ നമ്മളോട് കാണുന്നുണ്ട്. ദെയർ ഈസ് എ റീസൺ. പത്രോസ് കരയുന്ന ചുമ്മാ കരയല്ല. പത്രോസ് എന്ത് ചെയ്യാണ്? അവൻ പൊട്ടിക്കരയുന്നു. കരയുമ്പോൾ അതേസമയം അവൻ എന്തുകൂടെ ഉണ്ട്? അനുതാപം ഉണ്ട്. അനുതാപം. അതുപോലെ യേശു കർത്താവിന്റെ കരച്ചിലിനെ കുറിച്ച് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വായിക്കാം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, ഞാൻ ഈ ഭാഗം വിശദമാക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഒരു കാര്യം ഞാനിവിടെ എടുത്തു പറയാം. യേശു കരഞ്ഞു. എങ്ങനെ കരഞ്ഞു? ഉറച്ച നിലവിളിയോടെ കരഞ്ഞു. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ആരോട് കരഞ്ഞു? പിതാവിനോട്. പിതാവിന്റെ പ്രത്യേകത അവനറിയാം. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. ഉറച്ച നിലവിളിയോടെ അവൻ കരഞ്ഞു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എന്താ ഉത്തരം? എന്തായിരുന്നു ഉത്തരം? നീ മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതാ ഉത്തരം. മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് പ്രാർത്ഥിച്ചു, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. എന്താ ഉത്തരം? മോനെ, എന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്റെ ഹിതം അത് അല്ല. നീ മരിക്കാന്നുള്ളത് എന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ നീ മരിക്കാന്നുള്ളതാണ് എന്റെ ഹിതം. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടി. എങ്ങനെ? ഭയഭക്തി നിമിത്തം. എന്താ ഭയഭക്തി? എന്ത് തിരിച്ചു പറഞ്ഞാലും അത് ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഭയഭക്തി. അല്ലാതെ എന്റെ ഇഷ്ടം നിർവഹിച്ചേ പറ്റൂ എന്ന് പറയുന്നതല്ല ഭയഭക്തി. എന്താണ് ഭയഭക്തി? ഭയഭക്തി എന്റെ ഹൃദയം ഞാൻ ദൈവസന്നിധിയിൽ പകരുന്നു, എന്റെ വേദന ഞാൻ ദൈവസന്നിധിയിൽ പകരുന്നു, എന്റെ പ്രയാസം ഞാൻ ദൈവസന്നിധിയിൽ പകരുന്നു, ഞാൻ കർത്താവിനോട് പറയുന്നു, ഞാൻ കരയുന്നു. പക്ഷേ എന്തായിരിക്കണം ഉത്തരമെന്ന് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല.